ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് 7 ആണ്. ഓക്കെ, 31ാമത്തെ ടോപ്പിക്കാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ എന്നാണ് പഞ്ചശീല തത്വങ്ങൾ നിലവിൽ വന്നത്? 1954 ഏപ്രിൽ 29 1954 ഏപ്രിൽ 29, 1954 ഏപ്രിൽ 29. പഞ്ചശീല തത്വങ്ങൾ 1954 ഏപ്രിൽ 29. ഇന്ത്യ ചൈന റിലേറ്റഡ് ആണ് പഞ്ചശീല തത്വങ്ങൾ. നെഹ്റു, ചൗ എൻ ലായി, ചൈന. നെഹ്റു, പിന്നെ അതേപോലെ ചൈനയിലെ ചൈനീസ് പ്രധാനമന്ത്രി ആയിട്ടുള്ള ചൗ എൻ ലായി ആണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ഓക്കെ, പ്രധാന കാരണം എന്തായിരുന്നു? അതിർത്തി തർക്കമാണ്. അതിർത്തി തർക്കം. നിർദ്ദേശങ്ങൾ എത്രണ്ണാണുള്ളത്? പഞ്ചശീല തത്വങ്ങൾ നിർദ്ദേശങ്ങൾ എത്രണ്ണാണുള്ളത്? 5 എണ്ണാണുള്ളത്. 5 എണ്ണം. എന്നായിരുന്നു പഞ്ചശീല തത്വങ്ങൾ നിലവിൽ വന്നത്? 1954 ഏപ്രിൽ 29. ഓക്കെ, 5 നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രണ്ടാമത്തത്, പരസ്പരം ആക്രമിക്കാതിരിക്കുക. മൂന്നാമത്തത്, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 4, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. 5, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പൊ ഏതൊക്കെയാണ് നിർദ്ദേശങ്ങൾ? 5 എണ്ണം. ഏതൊക്കെയാണ്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, 32ാമത്തെ ടോപ്പിക്കാണ് ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ? ടോട്ടൽ 11 സംസ്ഥാനങ്ങളാണുള്ളത്. ഓക്കെ, 9 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഓക്കെ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും അതേപോലെ ലഡാക്കും. ഓക്കെ, ബാക്കി 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. ഓക്കെ, അപ്പൊ നമുക്കിത് ഒന്ന് ക്ലബ് ചെയ്യാം. ഓക്കെ, ഹിമാചൽ പ്രദേശ് നോർത്തേൺ ആണ്. ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്താണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയണിലായിട്ട് വരുന്നതാണ് സിക്കിം. ഓക്കെ, അപ്പൊ നോർത്തേൺ റീജിയനിൽ ഹിമാചൽ പ്രദേശും അതേപോലെ ഉത്തരാഖണ്ഡും. നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഏതൊക്കെയാണ് വരുന്നത്? സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ലഡാക്കും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീറും. ഓക്കെ, നെക്സ്റ്റ് 33ാമത്തെ ടോപ്പിക്കാണ് ഉത്തരായന. ഏതാണ്? ഓക്കെ, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര ഉള്ളത്? 8 എണ്ണാണുള്ളത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഓക്കെ, ഗുജറാത്ത്. ഓക്കെ, വെസ്റ്റ് നിന്ന് തുടങ്ങുകയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8 എണ്ണാണ്. ഓക്കെ, അതിൽ വെസ്റ്റിന്ന് ഗുജറാത്ത്, പിന്നെ രാജസ്ഥാന്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ ഛത്തീസ്ഗഡ്, പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്, ത്രിപുര, മിസോറാം. അപ്പൊ വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗം ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാന്. മധ്യപ്രദേശ്, അതുപോലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. പിന്നെ ഈസ്റ്റേൺ ആ ഭാഗമാണോ ആണെങ്കിലോ വെസ്റ്റ് ബംഗാള്, ത്രിപുര, മിസോറാം. ഓക്കെ, ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരം ഏതാണ്? ഉദയ്പൂർ ആണ്. ഉദയ്പൂർ ത്രിപുരയിലെ ഉദയ്പൂർ ആണ്. ത്രിപുരയിലെ ഉദയ്പൂരിന്റെ അക്ഷാംശം എത്രയാണ്? 23.5360 ഡിഗ്രി നോർത്ത്. 23.5360 ഡിഗ്രി നോർത്ത് ആയതിനാൽ ഉത്തരായന രേഖയ്ക്ക് 23.50 ഡിഗ്രി നോർത്ത് വളരെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരം ഉദയ്പൂർ, ത്രിപുരയിലെ ഉദയ്പൂർ. ഓക്കെ, നെക്സ്റ്റ് 34ാമത്തെ ടോപ്പിക്കാണ് ഖാരിഫ് റാബി വിളകൾ. ഖാരിഫ് റാബി വിളകൾ. ഓക്കെ, ഖാരിഫ്, റാബി, സയ്യിദും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കാർഷിക കാലങ്ങൾ: വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ. ഓക്കെ, കാർഷിക കാലങ്ങൾ ഒന്നാമതാണ് ഖാരിഫ് കാലം. ഖാരിഫ്. വിളയിറക്കൽ കാലം എന്നാണ്? ജൂണിലാണ് മൺസൂണിന്റെ ആരംഭത്തിലാണ് ഖാരിഫ് വിളയിറക്കൽ നടക്കുന്നത്. ഓക്കെ, വിളവെടുപ്പ് കാലം എന്നാണ്? നവംബർ ആദ്യ വാരം, നവംബർ ഫസ്റ്റ് വീക്കിലാണ്. മൺസൂണിന്റെ അവസാനത്താണ്
വിളവെടുപ്പ് കാലം ഖാരിഫിന്റെ. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫിന്റെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, അരി, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അപ്പൊ നെല്ല് ഖാരിഫാണോ റാബി ആണോ? നെല്ല് എന്ന് പറയുന്നത് ഖാരിഫ്, റൈസ് ആണ് ഖാരിഫ്. ഓക്കെ. അടുത്തത് റാബി ആണ്. റാബി എന്നാണ് വിള വിറക്കൽ കാലം? എന്നാണ് വിള വിറക്കൽ കാലം? നവംബർ മധ്യമാണ്. നവംബർ മധ്യം. അതായത് ഖാരിഫ് നവംബർ ആദ്യവാരമാണ്. അത് കഴിഞ്ഞിട്ട് നവംബർ മിഡ് ആകുമ്പോഴാണ് റാബിയുടെ കാലം വരുന്നത്. നവംബർ മധ്യം, അതായത് ശൈത്യ കാലാരംഭമാണ്. ശൈത്യ കാലാരംഭം. എന്നാണ് വിളവെടുപ്പ്? എന്നാണ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് മാർച്ച് വേനലിന്റെ ആരംഭത്തിലാണ്. മാർച്ച് വേനലിന്റെ ആരംഭം. റാബി ക്രോപ്സ് ഏതൊക്കെയാണ്? റാബി ക്രോപ്സ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ റാബി ആണോ ഖാരിഫ് ആണോ? റാബി ആണ്. റാബി. പയറുവർഗ്ഗങ്ങൾ ഗോതമ്പ്, പുകയില, കടുക്. അപ്പൊ ഗോതമ്പ് റാബി ആണ്. റാബി. അടുത്താണ് സൈദ്. മാർച്ച് വേനലിന്റെ ആരംഭത്തിലാണ് സൈദിന്റെ വിളവിറക്കൽ കാലം. വിളവെടുപ്പോ ജൂൺ മൺസൂണിന്റെ ആരംഭത്തിലാണ്. ജൂൺ മൺസൂണിന്റെ ആരംഭത്തിൽ. ഓക്കെ. പിന്നെയും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. പിന്നെ ജൂൺ മൺസൂണിന്റെ ആരംഭത്തിൽ ഖാരിഫ് വിളവിറക്കൽ കാലമായി. സൈദ് പറയുന്നത് വിളവെടുപ്പ് തന്നെ ജൂൺ മൺസൂണിന്റെ ആരംഭത്തിലാണ്. പിന്നെ സൈദ് ഇമ്പോർട്ടന്റ് വിളകൾ ഏതൊക്കെയാ? പഴവർഗ്ഗങ്ങൾ, അതുപോലെ പച്ചക്കറികൾ. സൈദ്. ഓക്കെ. വിളകൾ. ഖാരിഫ് വിളകൾ ജൂൺ ജൂലൈ മഴക്കാല കൃഷി. ഓക്കെ. ഉദാഹരണം നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്ര. ഇതൊക്കെ ഏതാണ്? ഖാരിഫ് ക്രോപ്പ് ആണ്. നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്ര, ചണം, നിലക്കടല, എള്ള്. വിളവെടുപ്പ് കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ. അതായത് സെപ്റ്റംബർ ടു ഒക്ടോബർ വിളവെടുപ്പ് കാലാണ്. വിളവെടുപ്പ് കാലം. ഓക്കെ. നെക്സ്റ്റ് ആണ് റാബി ക്രോപ്സ്. റാബി വിളകൾ ഒക്ടോബർ ടു നവംബർ. മഞ്ഞുകാല കൃഷിയാണ് റാബി വിളകൾ. ഖാരിഫ് വിളകൾ മഴക്കാല കൃഷി. ഓക്കെ. റാബി വിളകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി ഒരു റാബി ക്രോപ്പ് ആണ്. കടുക് റാബി ക്രോപ്പ് ആണ്. പയറുവർഗ്ഗങ്ങൾ റാബി ക്രോപ്സ് ആണ്. വിളവെടുപ്പ് കാലം എന്താണ്? ഏപ്രിൽ ടു മെയ്. അടുത്താണ് സൈദ് വിളകൾ ഏപ്രിൽ ടു മെയ് ആണ്. വേനൽക്കാല കൃഷിയാണ് സൈദ് വിളകൾ. ഉദാഹരണം എന്താണ്? പഴം, അതുപോലെ പച്ചക്കറി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.